മറ്റൊന്ന് ശശി തരൂർ ഇടതുപാളയത്തിലേക്ക് വരുന്നു എന്ന തരത്തിൽ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകളുണ്ട്. പാർട്ടിക്ക് അതിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? അത് ഞാൻ സ്ഥിരം പറയുന്ന ഉത്തരമാണ്. അതിന് ഉത്തരം സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ആ ചോദ്യം അതാ പറഞ്ഞത്. ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായൊരു നേതാവായിട്ട് തുടരുകയും അദ്ദേഹം ഇപ്പോൾ BJP മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരന്തരമായി വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് എന്നുള്ള പ്രചാരവേലൊക്കെ നടക്കുന്നതിൽ കാര്യമായ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് അദ്ദേഹം പറഞ്ഞതിലുള്ളത് ഒരു ശരിയാണ്. അത് പ്രതിപക്ഷം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന ധർമ്മം മാത്രമേ അദ്ദേഹം നിർവഹിച്ചുള്ളൂ. അതെന്താ പറഞ്ഞാൽ ക്രിയാത്മകമായ പിന്തുണ നൽകുക. തെറ്റാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യുക. ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെയല്ല. ലോകത്ത് ഇമാതിരി ഒരു പ്രതിപക്ഷം കേരളത്തെ പോലെ വേറെ എവിടെയില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ധാർഷ്ട്യത്തോടെ പറയുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിലല്ലാതെ ലോകത്ത് വേറെ ജനാധിപത്യ സമൂഹത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. പക്ഷേ ഈ തരൂര് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ തടസ്സമൊന്നുമില്ല അല്ലേ? എങ്ങനെ? തരൂര് വന്നാൽ സ്വീകരിക്കാൻ തടസ്സമൊന്നും. അതാ ഞാൻ പറഞ്ഞത്. സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം പറയുക, അതിൻ്റെ പൊതു നിയമം പറയാം. CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വർഗീയതക്കെതിരായിട്ടുള്ളത്, അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് പറയുന്ന കേരളത്തിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ പ്രക്രിയയിലൊക്കെ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയുള്ള മാനസികാവസ്ഥയോടുകൂടി വരുന്ന ആരെയും, ഏത് ഗ്രൂപ്പിനെയും ഏത് വിഭാഗത്തെയും സ്വാഗതം ചെയ്യുന്നതിൽ CPM-ന് യാതൊരു പ്രയാസമില്ല. വർഗീയതല്ല ഞാൻ പറഞ്ഞത്. വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുക, കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുക. അങ്ങനെയുള്ളവർ ഏത് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ, ഈ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ഞങ്ങൾ അവരെയെല്ലാം സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല. VD സതീശൻ പറഞ്ഞ വിസ്മയം എന്ത് വിസ്മയത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പണ്ട് ബോംബ് പറഞ്ഞില്ലേ, അതിൻ്റെ 2ാം അധ്യായമാണ് വിസ്മയം. ബോംബ് എങ്ങനെയാണോ പൊളിഞ്ഞത് അതുപോലെ വിസ്മയവും പൊളിയും. അത്രയേ ഉള്ളൂ കാര്യം. അദ്ദേഹം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയ വിരുദ്ധം പറയുന്ന പോലെ. ജമാഅത്തെ ഇസ്ലാമിയെയും കൂടി ചേർത്തിട്ട് വർഗീയ വിരുദ്ധം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? അതുപോലെയുള്ളൂ കാര്യം. ശരി.